ഹായ്, എന്നിട്ട് നല്ല നാടൻ കറിയാണ് കേട്ടോ. ചേമ്പന്തണ്ടും ചക്കക്കുരും വെച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ചക്കക്കുരു എവിടെ നിന്നാണെന്നല്ലേ, ചക്കക്കുരു ഞാൻ ഫീസറിൽ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് എടുത്ത് ക്ലീനാക്കി, ഞാൻ ചക്കക്കുരു ക്ലീനാക്കുമ്പോൾ അതിൻ്റെ മേലെല്ല വെള്ളത്തോല് മാത്രമേ കളയാറുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഒരു ചെറുള്ളി ഇട്ടിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാല്ലേ, ഒരു കുക്കർ എടുത്ത് ചക്കക്കുരു ഇട്ട് ചേമ്പന്തണ്ട് ഇട്ടിട്ട് അരിവിന് ആവശ്യത്തിലുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ചീനമുളക് ഒരു 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ഇട്ടിട്ട് എന്ന് വെച്ചാൽ അതും എടുത്തിട്ടു. വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ വെന്ത് വന്നാൽ ഈ ചേമ്പന്തണ്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചേമ്പന്തണ്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക, ചക്കക്കുരൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കണേ. പുളി മുന്നിലുണ്ടാവരുത് കേട്ടോ. പുളി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അതിൻ്റെ റോ ടേസ്റ്റ് പോകുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചേർക്കുക. തേങ്ങയിൽ ജീരകമൊന്നും ചേർക്കാത്തതുകൊണ്ട് തേങ്ങ ഒഴിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ഓഫാക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ജീരകം ഒഴിക്കുകയാണെങ്കിൽ കറിയൊന്ന് നല്ലതുപോലെ ചൂടാവണം. അപ്പോൾ ഇത് ജീരകമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ തന്നെ ഓഫാക്കിയിട്ട് പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചെറുള്ളി, ഉണക്കമുളകും കറിവേപ്പിൻ്റെലയും വറവിട്ട പിന്നെ ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ.